പോലീസിൽ നടപടികൾ ആരംഭിച്ച് UDF സർക്കാർ സംസ്ഥാന പോലീസ് അസോസിയേഷൻ ഭാരവാഹികളെ സ്ഥലം മാറ്റി. സംസ്ഥാന ഭാരവാഹികളെ സ്ഥലം മാറ്റിയിരിക്കുന്നത് സംസ്ഥാനത്ത് പ്രസിഡന്റ് ആർ പ്രശാന്തിനെയും സെക്രട്ടറിയും സ്ഥലം മാറ്റി. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ SHO ആയാണ് പ്രശാന്തിന്റെ നിയമനം. സെക്രട്ടറി CR ബിജുവിനെ കൊച്ചി സിറ്റി പോലീസിലേക്ക് മാറ്റി. സംസ്ഥാന പോലീസ് മേധാവിയാണ് ഉത്തരവ് പുറത്തിറക്കിയത്. സ്ഥലമാറ്റത്തിൽ രാഷ്ട്രീയമുണ്ടെന്നാണ് അസോസിയേഷന്റെ ആരോപണം. BV വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, നമുക്ക് ആ രണ്ട് വാർത്തയും എടുക്കണം. കാരണം ആദ്യത്തെ വാർത്ത ഞാൻ വായിച്ചത് ഈ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഈ കൃത്യമായ തെളിവുണ്ടായിട്ടും വീഡിയോ ദൃശ്യങ്ങളുണ്ടായിട്ടും കോടതിയിൽ ഇടപെടലുണ്ടായിട്ടും രക്ഷാപ്രവർത്തനമെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചു വരികയായിരുന്നു. ഇതിനിടയിൽ മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ഈ ആരോപണ വിധേയരായ മുഖ്യമന്ത്രിയുടെ ഈ രക്ഷാപ്രവർത്തകരുണ്ടല്ലോ, അവർ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ നേരത്തെയുള്ള പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുടെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായപ്പോൾ ആ പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റാഫിലേക്ക് കടന്നു കയറാനും ശ്രമിക്കുന്നു. അതിനുള്ള നീക്കങ്ങൾ പോലീസ് അസോസിയേഷൻ വഴി നടത്തുന്നു എന്നുള്ള വിവരങ്ങളാണ്. പക്ഷേ അത് സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? രഞ്ജിത്ത്, കൃത്യമായിട്ട് നമുക്കറിയാം. കാരണം പോലീസ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു മുഖമാണ്. കഴിഞ്ഞ മന്ത്രിസഭയിലെ പോലീസിംഗ് സംബന്ധിച്ച് കോൺഗ്രസിനുള്ള പല എതിർപ്പുകൾ അല്ലെങ്കിൽ അവരെ പ്രവർത്തകരെ മർദ്ദിച്ചതിന് പേരിലുള്ള നടപടികൾ ഇതുണ്ടാകുമെന്നത് നേരത്തെ തന്നെ VD സതീശൻ പറഞ്ഞ കാര്യമാണ്. അതിലേക്കാണ് ഈ രണ്ട് കാര്യങ്ങളും പോകുന്നത്. നമ്മൾ രണ്ട് വാർത്തകൾ സൂചിപ്പിച്ചതിൽ രണ്ട് കാര്യങ്ങളും പോകുന്നത് ആ തരത്തിൽ തന്നെയാണ്. ക്ഷേമ പ്രവർത്തനങ്ങൾ പ്രഖ്യാപിക്കുന്നതിനൊപ്പം തന്നെയാണ് പോലീസിലെ നടപടികൾ കൂടി മുഖ്യമന്ത്രിയായ VD സതീശൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിലൊന്നാണ് ഈ ആലപ്പുഴ മർദ്ദനത്തിലെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ആ ബസ്സിന് നേരെ കരിങ്കൊടി വീശിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിലുള്ള അന്വേഷണത്തിന് കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടത്. ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതോടൊപ്പമാണ് ഈ പോലീസ് അസോസിയേഷനിലെ നേതാക്കൾക്കെതിരെയുള്ള നടപടി. അതിൽ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും സ്റ്റേഷനുകളിലേക്ക് മാറ്റിക്കൊണ്ടുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതിൽ പ്രശാന്ത്, അദ്ദേഹം പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹത്തെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ SHO ആയിട്ടാണ് മാറ്റിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ CR ബിജു, അദ്ദേഹം സെക്രട്ടറിയാണ്. അദ്ദേഹത്തെയും കൊച്ചി പോലീസിലേക്ക് സിറ്റി പോലീസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ തരത്തിൽ ഈ അസോസിയേഷൻ നേതാക്കളെ സേനയുടെ ഭാഗമാക്കി മാറ്റുന്നു. കാരണം അവർ സംഘടനാ പ്രവർത്തനവുമായിട്ടാണ് നടക്കുന്നത്. നമുക്കറിയാം, ഈ പോലീസ് അസോസിയേഷൻ്റെയും ഓഫീസേഴ്സ് അസോസിയേഷൻ്റെയും ഒക്കെ തന്നെ നേതാക്കൾ അവർ ഡ്യൂട്ടികളിലേക്ക് സാധാരണ നിലയിൽ പോകാറില്ല. കാരണം അവർക്ക് സംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷേ അവർക്ക് ഇപ്പോൾ ഡ്യൂട്ടി നൽകിക്കൊണ്ടുള്ള തീരുമാനമാണ് ഉണ്ടാകുന്നത്. എല്ലാ സർക്കാർ വരുമ്പോഴും ഇത്തരത്തിലുള്ള തീരുമാനമുണ്ടാകും. നമുക്കറിയാം, അജിത്ത്, അദ്ദേഹം UDF കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പോലീസ് അസോസിയേഷൻ്റെ നേതാവായിരുന്നു. അദ്ദേഹത്തെയൊക്കെ തന്നെ ട്രാഫിക്കിൽ നിർത്തുന്ന നിലയിൽ ഈ പ്രധാനപ്പെട്ട റോഡിൽ അദ്ദേഹത്തെ അജിത്തിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം ഒരു കൗതുകമുണ്ട് വിനോദ്. എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അജിത്തിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊച്ചി ആ ഭാഗത്തേക്ക് ദൂര ജില്ലയിലേക്കാണ്. പിന്നീട് കോടതിയിലേക്ക് അജിത്ത് പോകുന്നു. അജിത്തിനോട് കോടതി അനുകൂലമായി പറയുന്നു. സമീപത്തുള്ള ഒരു ജില്ലയിലേക്ക് അജിത്തിനെ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറയുന്നു. അതിന് അന്നത്തെ ഇടത് സർക്കാർ ചെയ്ത പണിയെന്ന് പറഞ്ഞാൽ, സമീപ ജില്ല കൊല്ലമാണല്ലോ, കൊല്ലത്തിൻ്റെ അങ്ങേയറ്റത്ത് തെന്മയിൽ കൊണ്ട് അജിത്തിനെ പോസ്റ്റ് ചെയ്തു. അപ്പോൾ കോടതി ഉത്തരവ് നടപ്പിലാക്കുകയും ചെയ്തു, അവരുടെ പ്രതികാരം നടത്തുകയും ചെയ്തു. അങ്ങനെ നടപടി എടുത്തിട്ടുണ്ട് ഇടത് സർക്കാർ. തീർച്ചയായും അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത്. കാരണം ഈ പോലീസിലെ സംഘടനാ നേതാക്കളെ സർക്കാർ മാറുമ്പോൾ മാറ്റുന്നതൊരു രീതിയാണ്. ഈ അജിത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഇപ്പോഴും തന്നെ ഈ പോലീസിൻ്റെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അധികാര സ്ഥാനത്തുണ്ട്. ആ ഇലക്ഷനിലൊക്കെ ജയിച്ച ആളാണ്. രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു ജില്ലയിലേക്ക്, ദൂരെ ഉള്ള ജില്ലയിലേക്ക് മാറ്റുകയും പിന്നീട് കൊല്ലത്ത് തെന്മലയിലേക്ക് മാറ്റുകയും ഒക്കെ തന്നെ ചെയ്ത നടപടി. മാത്രമല്ല, അദ്ദേഹത്തെ നിയമസഭയ്ക്ക് മുന്നിലും സ്റ്റാച്യുവിലുമൊക്കെ ട്രാഫിക് ഡ്യൂട്ടിയിൽ, വാഹനങ്ങൾ നിയന്ത്രിക്കാൻ ട്രാഫിക് ഡ്യൂട്ടിയിൽ ഇട്ട സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമാണ് ഇത്തരത്തിൽ സർക്കാർ മാറി വരുമ്പോൾ ഉറപ്പായും LDF സർക്കാരിൻ്റെ സമയത്ത് അസോസിയേഷൻ നേതാക്കളായിരുന്ന പോലീസുകാരെ ഇപ്പോൾ ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നു. ഇവർക്കൊക്കെ കടുത്ത ജോലികളും നൽകും, അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലേക്ക് അയക്കും എന്ന കാര്യത്തിലൊന്നും തർക്കമില്ല. കാരണം അസോസിയേഷൻ നേതൃത്വം അല്ലെങ്കിൽ അങ്ങനെ നേതാക്കൾ എന്ന നിലയ്ക്ക് പ്രവർത്തിച്ചിരുന്ന ആളുകൾക്ക് ഇനി അതിൻ്റെ ഒരു പ്രിവിലേജോ അങ്ങനെയുള്ളൊരു സൗകര്യമോ അങ്ങനെ സംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലുള്ള നിലയിലേക്ക് സർക്കാർ പ്രവർത്തിക്കും എന്ന കാര്യം ഉറപ്പാണ്. അതോടൊപ്പമാണ് ആദ്യത്തെ വാർത്തയിൽ പറഞ്ഞതുപോലുള്ള ഈ ലാത്തിചാർജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അവർക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ
സെക്യൂരിറ്റിയായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗൺമാനായി ഒക്കെ മാറാൻ പറ്റുമായിരിക്കും. പക്ഷേ അതിനുള്ള സാഹചര്യം ഇനി ഉണ്ടാകില്ല. കാരണം ഇപ്പോൾ തന്നെ എൻക്വയറിക്ക് നൽകിയിട്ടുണ്ട്. അത് നൽകിയിരിക്കുന്നത് തന്നെ TP കേസ് അന്വേഷിച്ച ഷൗക്കത്ത് അലിക്കാണ് ഈ അന്വേഷണ ചുമതല. 6 ഉദ്യോഗസ്ഥരാണ് ആ ടീമിലുള്ളത്. 10 ദിവസത്തിനുള്ളിൽ അതിൻ്റെ റിപ്പോർട്ട് 15 ദിവസത്തിനുള്ളിൽ ആ റിപ്പോർട്ട് നൽകണമെന്ന നിർദ്ദേശമാണ് കഴിഞ്ഞ ദിവസത്തെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം TP കേസ് അന്വേഷിച്ച ശേഷം ഷൗക്കത്ത് അലിയെയും ഒതുക്കി എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. അദ്ദേഹത്തിന് വലിയ കാര്യമായ സ്ഥാനങ്ങളോ അല്ലെങ്കിൽ ആ തരത്തിൽ പ്രവർത്തിക്കാനുള്ള അവകാശമോ സാഹചര്യമോ ഇടത് സർക്കാർ ഒരുക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വലിയ റോളിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ കൊടിസുനിയെ ഉൾപ്പെടെയുള്ളവരെ പിടികൂടിയ ഷൗക്കത്ത് അലിയെ ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നു. ഷൗക്കത്ത് അലി രംഗത്ത് വരുമ്പോൾ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ പോലീസിൽ പിടിമുറക്കും, അല്ലെങ്കിൽ ഷൗക്കത്ത് അലിക്ക് വലിയ അവസരങ്ങൾ UDF സർക്കാർ നൽകും എന്ന തരത്തിലുള്ള പ്രതീതിയുമുണ്ട്. അങ്ങനെ ഇതുവരെ LDF സർക്കാർ ഒതുക്കിയിരുന്ന ആൾക്കാരെ വീണ്ടും ഒന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് UDFൻ്റെ ഭാഗമാക്കി, ആ പോലീസിങ്ങിൻ്റെ ഭാഗമാക്കി സർക്കാരിനൊപ്പം ചേർന്ന് നിൽക്കുന്ന തരത്തിൽ അവർ പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാക്കാൻ സർക്കാർ ശ്രമിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ കാണുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഏതൊക്കെ ഉദ്യോഗസ്ഥരുടെ തലതെറിക്കും, ഏതൊക്കെ ഉദ്യോഗസ്ഥർ ട്രാൻസ്ഫർ വാങ്ങി മറ്റ് ജില്ലകളിലേക്ക് പോകേണ്ടി വരും. 10 വർഷത്തെ ഇവരുടെയൊക്കെ ഒരു കാത്തിരിപ്പാണ്. അത് അത്രത്തോളം വലിയ സർക്കാർ അധികാരത്തിലേറ്റ് 2-ാം ദിവസം 3-ാം ദിവസമായിട്ടേ ഉള്ളൂ. അതിനകം തന്നെ ഇത്രയധികം ട്രാൻസ്ഫറുകളും മാറ്റങ്ങളും ഒക്കെ സംഭവിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിലും സമാനമായ തരം നടക്കുമെന്ന് കരുതാം. VV വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.